अगर प्रेसिडेंट ब्रिजभूषण जैसे आदमी जैसा ही रहता है, उसका बिल्कुल सहयोगी है, उसका बिजनेस पार्टनर है, वो अगर इस फेडरेशन में रहेगा तो मैं अपनी कुश्ती को त्यागती हूँ। ഇന്ത്യയുടെ അഭിമാനമായ താരങ്ങൾ ഒളിമ്പിക്സിലും ഏഷ്യൻ ഗെയിംസിലും ഉൾപ്പെടെയുള്ള മത്സരങ്ങളിൽ സ്വർണ്ണ മെഡൽ നേടിയിട്ടുള്ള താരങ്ങൾ അവർ എന്തിനാണ് ഇന്ത്യയുടെ മുമ്പിൽ വിങ്ങിപ്പൊട്ടിയത്? ഒളിമ്പിക്സിൽ ഒരു മെഡൽ നേടണമെങ്കിൽ കുറഞ്ഞത് 15 കൊല്ലത്തെയെങ്കിലും കഠിനാധ്വാനം വേണം. ജീവിതത്തിലെ പല സുഖങ്ങളും വേണ്ടെന്ന് വെച്ചാണ് അവർ നേടിയെടുത്തിട്ടുണ്ടാവുക. എന്നിട്ടും എന്തിനാണ് അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തങ്ങളുടെ അധ്വാന ഫലമായി നേടിയ മെഡലുകൾ ഉപേക്ഷിക്കാൻ തയ്യാറായത്? ഈ ചോദ്യങ്ങൾ നമ്മൾ ഓരോരുത്തരും ഗൗരവത്തിൽ ചോദിക്കേണ്ടതാണ്. അതിന്റെ ഉത്തരവാദി ഒരാളാണെന്നാണ് അവർ പറയുന്നത്. അയാളുടെ പേര് ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ്. യുപിയിലെ ബൽറാംപൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള BJP MP. 5 ലോക്സഭാ മണ്ഡലങ്ങളിലും 20 നിയമസഭാ മണ്ഡലങ്ങളിലെങ്കിലും വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരാൾ. 10 വർഷത്തിലധികമായി ദേശീയ ഗുസ്തി ഫെഡറേഷൻ അടക്കി ഭരിക്കുന്നയാൾ. അയാളെ എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും ഭയക്കുന്നത്? എന്തുകൊണ്ടാണ് ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെ ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റാൻ തയ്യാറാകാതിരുന്നത്? ഒരു പോക്സോ കേസ് അടക്കം നിരവധി കേസുകൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഡൽഹി പോലീസ് FIR പോലും രജിസ്റ്റർ ചെയ്യാൻ തയ്യാറാകാതിരുന്നത്? FIR രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി താരങ്ങൾക്ക് കോടതിയിൽ പോകേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഇത്തരം ചോദ്യങ്ങൾക്കാണ് ഇവിടെ ഉത്തരം തേടുന്നത്. കേസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിന്റെ ചരിത്രം അറിയേണ്ടതുണ്ട്. ആരാണ് ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ്? ആരോപണങ്ങളിൽ നിന്നും ആരോപണങ്ങളിലേക്ക് സഞ്ചരിക്കുന്നയാൾ. 6 തവണ MP ആയ കിഴക്കൻ UP രാഷ്ട്രീയത്തിലെ അതിശക്തൻ. 5 തവണ ഭാരതീയ ജനതാ പാർട്ടിയുടെ ടിക്കറ്റിലും 1 തവണ സമാജ്വാദി പാർട്ടിയുടെ ടിക്കറ്റിലും മത്സരിച്ച് വിജയിച്ചയാൾ. ഉത്തർപ്രദേശിൽ കുറഞ്ഞത് 6 ജില്ലകളിലെങ്കിലും സ്വന്തമായി മാഫിയ സാമ്രാജ്യം വികസിപ്പിച്ചെടുത്തിട്ടുള്ളയാൾ. ബഹ്റൈച്ച്, ഗോണ്ട, ബൽറാംപൂർ, അയോധ്യ, ശ്രാവസ്തി ജില്ലകളിലായി 50ലേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നയാൾ. ഇതിന്റെ മറവിൽ ജനപ്രീതി പിടിച്ചു പറ്റുന്നയാൾ. 2011 മുതൽ 10 വർഷത്തിലധികമായി ദേശീയ ഗുസ്തി ഫെഡറേഷൻ അടക്കി ഭരിക്കുന്നയാൾ. ബ്രിജ്ഭൂഷൺ 1991 ഉത്തർപ്രദേശിലെ ഗോഡ നിയോജക മണ്ഡലത്തിൽ നിന്നും BJPയുടെ ടിക്കറ്റിൽ ആദ്യമായി മത്സരിച്ച് വിജയിച്ചു. പിന്നീട് മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഭൂരിപക്ഷത്തോടെ വിജയം. 2008 BJPയിൽ നിന്ന് പുറത്തായ ബ്രിജ്ഭൂഷൺ സമാജ്വാദി പാർട്ടിയിലേക്ക് ചേക്കേറി. എന്നാൽ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തെ മാത്രം സ്വീകരിക്കാൻ മനസ്സുള്ള അയാൾക്ക് സമാജ്വാദി പാർട്ടി പ്രവർത്തന കേന്ദ്രമാക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ അദ്ദേഹം BJPയിലേക്ക് മടങ്ങി. 2021 നടന്ന ഒരു ഗുസ്തി ടൂർണമെന്റിൽ ക്യാമറയ്ക്ക് മുമ്പിൽ എല്ലാവരും നോക്കി നിൽക്കെ ബ്രിജ്ഭൂഷൺ ഒരു ഗുസ്തി താരത്തിന്റെ മുഖത്തടിക്കുകയുണ്ടായി. 2022 ഒരു ഓൺലൈൻ ചാനലിനോട് താൻ ഒരാളെ വെടിവെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. കൊലപാതകം, കൊലപാതക ശ്രമം, പീഡന ശ്രമം, ബൈക്ക് മോഷണം, മദ്യക്കടത്ത്, വെടിവെപ്പ് എന്നിങ്ങനെ 38 ക്രിമിനൽ കേസുകളിലെ പ്രതി. ബാബറി മസ്ജിദ് തകർക്കൽ ഗൂഢാലോചന നടത്തിയ കേസിലെ പ്രതിപ്പട്ടികയിൽ പ്രധാനി. ലൈംഗികാരോപണം ഉയർന്നിട്ടും അയോധ്യയിലെ വലിയൊരു വിഭാഗം പൂജാരിമാരുടെ പിന്തുണ മാറ്റമൊന്നും കൂടാതെ ഇയാൾക്കുണ്ട്. ഗുസ്തിയിൽ മാത്രമല്ല, കൈക്കരുത്തുകൊണ്ട് രാഷ്ട്രീയത്തിലും പാർട്ടിയെ പിടിച്ചു നിർത്താൻ ബ്രിജ്ഭൂഷണ് കഴിഞ്ഞിട്ടുണ്ട്. 1990കളുടെ മധ്യത്തിൽ ഗുണ്ടാ തലവൻ ദാവൂദ് ഇബ്രാഹിമിന്റെ കൂട്ടാളികൾക്ക് അഭയം നൽകിയതിനെ തുടർന്ന് ബ്രിജ്ഭൂഷൺ അറസ്റ്റിലാവുകയും തീവ്രവാദ പ്രവർത്തനങ്ങൾ തടയൽ നിയമപ്രകാരം ബ്രിജ്ഭൂഷണെ തീഹാർ ജയിലിൽ അടയ്ക്കുകയും ചെയ്തിരുന്നു. എന്നാൽ തെളിവുകളുടെ അഭാവത്തിൽ ബ്രിജ്ഭൂഷണെ കോടതി കുറ്റവിമുക്തനാക്കി. അതേസമയം അവധ് സർവകലാശാലയിൽ നിന്ന് നിയമബിരുദധാരിയായ ബ്രിജ്ഭൂഷൺ 1990കളുടെ അവസാനത്തിലാണ് BJPയിൽ ചേർന്നത്. അദ്ദേഹത്തിന്റെ മകൻ പ്രതീക് ഭൂഷൺ സിംഗ് ഗോഡ സദർ സീറ്റിൽ നിന്നുള്ള MLA ആണ്. അദ്ദേഹത്തിന്റെ ഭാര്യ കേത്കി ദേവി സിംഗ് നിലവിൽ ഗോഡ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്. ജനുവരി 18 ലക്നൌവിലെ ദേശീയ ഗുസ്തി ക്യാമ്പിൽ വെച്ച് ഗുസ്തി താരങ്ങളെ ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റ് ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് ലൈംഗികമായി അതിക്രമിച്ചുവെന്ന പരാതി ഉയരുന്നത്.
ബ്രിജ്ഭൂഷണും പരിശീലകരും വനിതാ താരങ്ങളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നുവെന്നും മാനസികമായി പീഡിപ്പിക്കുന്നുവെന്നും ചൂണ്ടിക്കാട്ടി 7 വനിതാ താരങ്ങളും പ്രായപൂർത്തിയാകാത്ത മറ്റൊരു താരവുമാണ് ബ്രിജ്ഭൂഷണെതിരെ പരാതി നൽകിയത്. ഒളിമ്പിക്സ്, കോമൺവെൽത്ത്, ഏഷ്യൻ ഗെയിംസ് മെഡൽ ജേതാക്കളായ സാക്ഷി മാലിക്, വിനയ് ഫോഗട്ട്, ബജ്രംഗ് പൂനിയ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സമരം. വർഷങ്ങളായി ബ്രിജ്ഭൂഷൺ പീഡിപ്പിക്കുന്നുവെന്നും അദ്ദേഹത്തെ ഫെഡറേഷൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണമെന്നും താരങ്ങൾ ആവശ്യപ്പെട്ടു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കായിക മന്ത്രാലയം വിശദീകരണം തേടി. കേന്ദ്ര കായിക മന്ത്രി അനുരാഗ് താക്കൂറുമായി ഗുസ്തി താരങ്ങളുടെ കൂടിക്കാഴ്ച നടത്തുകയും ജനുവരി 20 അന്വേഷണത്തിന് മേരി കോമിന്റെ കീഴിൽ 7 അംഗ സമിതി രൂപീകരിക്കുകയും ചെയ്തു. ജനുവരി 21 അന്വേഷണം നടത്തുമെന്ന അനുരാഗ് താക്കൂറിന്റെ ഉറപ്പിന്മേൽ ഗുസ്തി താരങ്ങൾ പ്രതിഷേധം അവസാനിപ്പിച്ചു. ബ്രിജ്ഭൂഷണെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കും, ഒരു അന്വേഷണ കമ്മിറ്റി രൂപീകരിക്കും എന്നതടക്കമുള്ള ഉറപ്പുകൾ നൽകിയാണ് അന്ന് പ്രതിഷേധം അവസാനിപ്പിച്ചത്. വിഷയം പഠിച്ച ദിവസങ്ങൾക്കകം കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന കേന്ദ്ര സർക്കാരിന്റെ ഉറപ്പ് പാലിക്കപ്പെട്ടില്ല. മേരി കോമിന്റെ നേതൃത്വത്തിൽ സമിതി തയ്യാറാക്കിയ വിദഗ്ധ റിപ്പോർട്ട് 3 മാസങ്ങൾക്ക് ശേഷവും പുറത്തു വന്നില്ല. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഏപ്രിൽ 23 ഗുസ്തി താരങ്ങൾ വീണ്ടും സമരം പുനരാരംഭിക്കുന്നത്. ചരിത്രത്തിൽ ഒരുപാട് ഐതിഹാസിക സമരങ്ങൾക്ക് സാക്ഷിയായ ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ പിന്നീട് രാജ്യം കണ്ടത് ധീരമായ പോരാട്ട സമരമായിരുന്നു. 100ഓളം കായിക താരങ്ങൾ ഒരുമിച്ചെത്തി. ഡൽഹിയിലെ ചുട്ടുപൊള്ളുന്ന ചൂടിൽ 40 ദിവസം രാവും പകലും റോഡിൽ കിടന്നാണ് അവർ ഈ വിഷയത്തെ രാജ്യത്തിനു മുമ്പിൽ അഭിസംബോധന ചെയ്തത്. അതിലവർ വിജയിക്കുക തന്നെ ചെയ്തു. കർഷകരും പ്രതിപക്ഷ പാർട്ടികളും വിവിധ സംഘടനകളും പിന്തുണയുമായി ഡൽഹിയിലെത്തി. വേൾഡ് റെസ്ലിംഗ് ഓർഗനൈസേഷനും വേൾഡ് ഒളിമ്പിക്സ് കമ്മിറ്റിയും വിഷയത്തിൽ ഇടപെട്ടു. ഏപ്രിൽ 25 ബ്രിജ്ഭൂഷണെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഗുസ്തി താരങ്ങൾ സുപ്രീം കോടതിയെ സമീപിച്ചു. ഏപ്രിൽ 28 ബ്രിജ്ഭൂഷണെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുമെന്ന് ഡൽഹി പോലീസ് സുപ്രീം കോടതിയെ അറിയിച്ചു. താരങ്ങൾക്ക് നേരെയുള്ള ഭീഷണി പരിശോധിക്കണമെന്നും പ്രായപൂർത്തിയാകാത്ത താരത്തിന് സുരക്ഷ ഒരുക്കണമെന്നും ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, ജസ്റ്റിസ് PS നരസിംഹ എന്നിവരടങ്ങിയ ബെഞ്ച് പോലീസിന് നിർദ്ദേശം നൽകി. മെയ് 3 താരങ്ങളെ കാണാൻ സമരപ്പന്തലിലെത്തിയ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷയ്ക്കെതിരെ വലിയ പ്രതിഷേധമുണ്ടായി. മെയ് 11 ബ്രിജ്ഭൂഷണെ നുണപരിശോധനയ്ക്ക് വെല്ലുവിളിച്ച് ഗുസ്തി താരങ്ങൾ രംഗത്തെത്തി. ഞങ്ങളും പരിശോധനയ്ക്ക് വിധേയരാകാൻ തയ്യാറാണെന്നും സത്യം പുറത്തു വരട്ടെയെന്നും ആരാണ് പ്രതിയെന്ന് ജനം തിരിച്ചറിയട്ടെയെന്നും താരങ്ങൾ പറഞ്ഞു. സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ നുണപരിശോധന നടക്കണമെന്നായിരുന്നു താരങ്ങൾ മുന്നോട്ട് വെച്ച ആവശ്യം. മെയ് 28 പുതിയ പാർലമെന്റ് ഉദ്ഘാടന ദിവസം ഇന്ത്യ ഗേറ്റിലേക്ക് സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചിൽ കർഷക വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെ നിരവധി പേർ പിന്തുണയുമായി എത്തിയെങ്കിലും പോലീസ് മാർച്ച് തടഞ്ഞു. മെയ് 30 തങ്ങൾക്ക് ലഭിച്ച മെഡലുകൾ ഗംഗയിൽ ഒഴുകി പ്രതിഷേധിക്കാൻ ഒരുങ്ങിയ താരങ്ങളെ അനുനയ നീക്കങ്ങൾക്കൊടുവിൽ തീരുമാനം പിൻവലിപ്പിച്ചത് കർഷക നേതാക്കളാണ്. പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച കർഷക നേതാക്കൾ പ്രശ്നം പരിഹരിക്കാൻ 5 ദിവസത്തെ സമയം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് താരങ്ങൾ പ്രതിഷേധം താൽക്കാലികമായി നിർത്തിയതായി അറിയിച്ചത്. ബ്രിജ്ഭൂഷണെ പ്രതി ചേർത്ത് കുറ്റപത്രമുണ്ടാക്കുകയും ബ്രിജ്ഭൂഷണോ അദ്ദേഹത്തിന്റെ അനുയായികളോ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്നും അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുമെന്നും കേന്ദ്ര സർക്കാർ വാക്കു നൽകി. എന്നാൽ ഡിസംബർ 21 നടന്ന WFI തെരഞ്ഞെടുപ്പിൽ 7-നെതിരെ 40 വോട്ടുകൾക്കാണ് സഞ്ജയ് സിംഗ് വിജയിച്ചത്. താരങ്ങൾക്ക് കേന്ദ്ര സർക്കാർ കൊടുത്ത ഉറപ്പ് റദ്ദ് ചെയ്താണ് ബ്രിജ്ഭൂഷന്റെ സന്തത സഹചാരിയായ സഞ്ജയ് സിംഗ് പുതിയ പ്രസിഡന്റിനായി ചുമതലയേറ്റത്. ഗുസ്തി താരങ്ങളോടും മാത്രമല്ല ഇന്ത്യൻ ജനാധിപത്യത്തോടും പൗരന്മാരോടും ചെയ്ത ഏറ്റവും വലിയ വഞ്ചനയായിരുന്നു അത്. സാക്ഷി മാലിക് ഷൂ അഴിച്ചുവെച്ച് വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയതിന് പിന്നാലെ ബജ്രംഗ് പൂനിയ തനിക്ക് കിട്ടിയ പത്മശ്രീ തിരിച്ചെടുക്കണമെന്ന് പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. എന്നിട്ട് പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ കാണാനോ സംസാരിക്കാനോ തയ്യാറായില്ല. ശേഷം 2-ാം ദിവസം ബദിര ഒളിമ്പിക് മെഡൽ ജേതാവ് വീരേന്ദർ സിംഗും തനിക്ക് കിട്ടിയ പത്മശ്രീ ഉപേക്ഷിച്ചതായി പ്രഖ്യാപിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ സമരം കടുപ്പിക്കുമെന്നും താരങ്ങൾ ഒരുമിച്ച് പ്രഖ്യാപിക്കുകയുണ്ടായി. ഭരണകൂടത്തിനെതിരെയുള്ള പ്രക്ഷോഭമായി അത് മാറിയേക്കാമെന്ന സൂചന പുറത്തേക്ക് നൽകി. അത് BJPയെ ഭയപ്പെടുത്തി. അതുകൊണ്ടാണ് ഒടുവിൽ ഗുസ്തി താരങ്ങൾക്ക് മുമ്പിൽ കേന്ദ്ര സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്നത്.
ഡിസംബർ 21 നടത്തിയ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന സഞ്ജയ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള പുതിയ ഭരണസമിതിയെ 3 ദിവസങ്ങൾക്ക് ശേഷം കേന്ദ്ര കായിക മന്ത്രാലയം സസ്പെൻഡ് ചെയ്തു. ജൂനിയർ വിഭാഗത്തിലുള്ള ദേശീയ മത്സരങ്ങൾ മുന്നറിയിപ്പില്ലാതെ പ്രഖ്യാപിച്ചു എന്നാണ് സസ്പെൻഷൻ കാരണമായി കായിക മന്ത്രാലയം കാരണം പറയുന്നതെങ്കിലും ലൈംഗികാരോപണം നേരിട്ട പഴയ അധ്യക്ഷൻ ബ്രിജ്ഭൂഷന്റെ അനുയായിയായ സഞ്ജയ് സിംഗിനെ തന്നെ വീണ്ടും ഗുസ്തി ഫെഡറേഷന്റെ തലപ്പത്ത് പ്രതിഷ്ഠിച്ചതിന് പിന്നാലെ കായിക മേഖലയിൽ നിന്നുണ്ടായ അപ്രതീക്ഷിത പ്രതിഷേധങ്ങളാണ് ഇപ്പോഴുണ്ടായ നടപടിയുടെ യഥാർത്ഥ കാരണമെന്ന് വ്യക്തമാണ്. ബ്രിജ്ഭൂഷന്റെ MP ബംഗ്ലാവിൽ 2012 മുതൽ പീഡനം നടക്കുന്നുവെന്നാണ് ഗുസ്തി താരങ്ങൾ ആരോപിക്കുന്നത്. എങ്കിലും കേസെടുക്കാനോ അന്വേഷണം നടത്താനോ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറായില്ല. ഗുസ്തി താരങ്ങൾക്കെതിരായ കേന്ദ്ര സർക്കാരിന്റെ നടപടി രാജ്യവ്യാപകമായി രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നെങ്കിലും ബ്രിജ്ഭൂഷൺ തങ്ങളുടെ തണലിൽ സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിരുന്നു. ലൈംഗിക പരാതിയുമായി ഗുസ്തി താരങ്ങൾ രംഗത്ത് വന്നപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കരുത് എന്നല്ലാതെ മറ്റൊരു നിർദ്ദേശവും കേന്ദ്രവും BJPയും ബ്രിജ്ഭൂഷണ് നൽകിയിട്ടില്ല. സ്വന്തം മണ്ഡലത്തിലും സമീപ സീറ്റുകളിലും സ്വാധീനം ചെലുത്തുന്ന നേതാവിനെ അവഗണിക്കാൻ കഴിയില്ലെന്നാണ് BJP അംഗങ്ങൾ തന്നെ പറയുന്നത്. ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ ബ്രിജ്ഭൂഷന് സീറ്റ് നൽകിയില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ മറ്റൊരാളായിരിക്കും മത്സരിപ്പിക്കുക. 1996 അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമിന് അഭയം നൽകിയതുമായി ബന്ധപ്പെട്ട് ടാഡ ചുമത്തി ജയിലിലടച്ചപ്പോൾ ബ്രിജ്ഭൂഷന്റെ ഭാര്യ കേതകി സിംഗിനെ രാഷ്ട്രീയ ഗോദയിലേക്ക് ഇറക്കി BJP വിജയിപ്പിച്ചു. അയോധ്യയിലെ രാമജന്മഭൂമിക്കായുള്ള അവകാശ തർക്കത്തിൽ ഒരു വലിയ പങ്കുവഹിച്ച ആളാണ് ബ്രിജ്ഭൂഷൺ. അതിനാൽ തന്നെ അയോധ്യയിലെ പൂജാരിമാരും അവിടുത്തെ ബ്രാഹ്മണ സമൂഹവുമായി വലിയ ബന്ധം അയാൾക്കുണ്ട്. അതിനാൽ തന്നെ ബ്രിജ്ഭൂഷണെതിരായ നടപടികൾ ഉണ്ടായാൽ ഉത്തർപ്രദേശിന്റെ രാഷ്ട്രീയ സ്ഥിതിയെ തന്നെ ബാധിച്ചേക്കാമെന്ന ഭയം മൂലമാണ് കേന്ദ്ര സർക്കാർ നിശബ്ദത പാലിക്കുന്നത്. എന്നാൽ ഒടുവിൽ ഇപ്പോൾ ഗുസ്തി താരങ്ങളെ അനുനയിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഗുസ്തി ഫെഡറേഷന്റെ കാര്യങ്ങളിൽ ഇടപെടരുതെന്നാണ് ഒടുവിൽ കേന്ദ്ര സർക്കാർ മുൻ പ്രസിഡന്റ് ബ്രിജ്ഭൂഷന് താക്കീത് നൽകിയിരിക്കുന്നത്. MP-യുടെ ഇടപെടൽ പാർട്ടിക്ക് ക്ഷീണമാണെന്നും ഇടപെട്ടാൽ കടുത്ത നടപടി നേരിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം BJP അധ്യക്ഷൻ JP നഡ്ഡയാണ് വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. ലോക കായിക വേദികളിൽ ഈ രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ച കായിക താരങ്ങളെ ലാത്തി ചാർജിലൂടെ ഡൽഹി പോലീസ് കയ്യേറ്റം ചെയ്യുന്നതിൽ തുടങ്ങി തങ്ങളുടെ തൊഴിലിൽ ഏർപ്പെട്ടിരുന്ന മാധ്യമപ്രവർത്തകരെ സമരവേദിയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്യുന്നതുൾപ്പെടെ പല പ്രവൃത്തികൾക്കും നമ്മൾ സാക്ഷ്യം വഹിച്ചു. ഒളിമ്പിക് മെഡൽ ജേതാക്കളായ സാക്ഷി മാലിക്, ബജ്രംഗ് പൂനിയ, ഏഷ്യൻ ഗെയിംസ് ജേതാവ് വിനേഷ് ഫോഗട്ട് എന്നിവരടക്കമുള്ള താരങ്ങളെ സമരത്തിനിടെ തല്ലിച്ചതച്ചതും റോഡിലൂടെ വലിച്ചിഴച്ചതും രാജ്യം സാക്ഷിയാണ്. നീതിക്കായുള്ള പോരാട്ടത്തിൽ തെരുവിൽ അവരുടെ കണ്ണുനീർ വീണു. ഡൽഹി പോലീസിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഗുസ്തി താരങ്ങൾ ഉന്നയിച്ചത്. സമരം ചെയ്യുന്നവർക്ക് ഭക്ഷണവും വെള്ളവും കൊണ്ടുവരാൻ അനുവദിക്കാതെ പുറത്തുപോയ താരങ്ങളെ സമരപ്പന്തലിലേക്ക് കടത്തിവിടാതെ പോലീസ് ദ്രോഹിച്ചു. പുതിയ പാർലമെന്റ് മന്ദിരത്തിന് സമീപം മഹിളാ മഹാപഞ്ചായത്ത് നടത്താനൊരുങ്ങിയ ഗുസ്തി താരങ്ങളെ ഡൽഹി പോലീസ് തെരുവിലൂടെ വലിച്ചിഴച്ചു. സാക്ഷി മാലിക്, ബജ്രംഗ് പൂനിയ, വിനേഷ് ഫോഗട്ട് തുടങ്ങിയ താരങ്ങളെ ബലപ്രയോഗത്തിലൂടെ കസ്റ്റഡിയിലെടുത്ത പോലീസ് ജന്തർ മന്ദിറിലെ അവരുടെ സമരപ്പന്തലും താമസ സൗകര്യങ്ങളും നീക്കം ചെയ്തു. ജന്തർ മന്ദിറിലെ സമരപ്പന്തലിൽ പോലീസും പ്രതിഷേധക്കാരും ഏറ്റുമുട്ടുകയുണ്ടായി. 2 പ്രതിഷേധക്കാർക്ക് തലയ്ക്ക് പരിക്കേറ്റു. ഈ സംഭവത്തിന് ശേഷം തന്റെ മെഡലുകളെല്ലാം തിരികെ നൽകാമെന്ന് ബജ്രംഗ് പൂനിയ പ്രഖ്യാപിച്ചു. നീതി ലഭിക്കുന്നതിനായി തങ്ങളുടെ ജീവനും തരാൻ തയ്യാറാണെന്നും താരങ്ങൾ കൂട്ടിച്ചേർത്തു. ഭീകരവാദികളെ പോലെയാണ് പോലീസ് കൈകാര്യം ചെയ്യുന്നതെന്നും വെടിവെച്ചു കൊന്നാലും സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും താരങ്ങൾ പ്രഖ്യാപിച്ചു. സുപ്രീം കോടതി ഇടപെടൽ മൂലം ഏപ്രിലാണ് ബ്രിജ്ഭൂഷണെതിരെ 2 FIR-കൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. 10 പരാതികളിൽ ബ്രിജ്ഭൂഷണെതിരെ 2 FIR മാത്രമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 1500 പേജുള്ള കുറ്റപത്രം ഡൽഹി പോലീസ് ജൂൺ 15 സമർപ്പിച്ചു. അതേ ദിവസം തന്നെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയും പിതാവും തങ്ങളുടെ ആരോപണം പിൻവലിച്ചതിനെ തുടർന്ന് ബ്രിജ്ഭൂഷണെതിരായ പോക്സോ കേസ് റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പോലീസ് 550 പേജുള്ള മറ്റൊരു റിപ്പോർട്ടും സമർപ്പിച്ചു. ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ് ഡൽഹി പോലീസ് ആർക്കൊപ്പമാണ് നിന്നതെന്ന്. ആദ്യം പരാതി നൽകിയ 19 പേരിൽ 12 പേർ ബ്രിജ്ഭൂഷന്റെ ബാഹ്യ ഇടപെടലിൽ പരാതി പിൻവലിച്ചു.
തന്റെ പേരിലുള്ള പോക്സോ കേസ് പിൻവലിക്കാൻ പോക്സോ പ്രായപരിധി കുറയ്ക്കുന്നത് ആലോചിക്കുന്നുണ്ടെന്ന് മുഴുവൻ ജനാധിപത്യ നീതി വ്യവസ്ഥകളെയും പരിഹസിച്ച് പൊതുമധ്യത്തിൽ ബ്രിജ്ഭൂഷൺ സംസാരിച്ചു. പീഡന പരാതി നൽകിയവരെ ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷൻ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് ആളെ വിട്ട് ഭീഷണിപ്പെടുത്തുകയാണെന്ന് ഒളിമ്പ്യൻ സാക്ഷി മാലിക് പറഞ്ഞു. വിട്ടുവീഴ്ച ചെയ്യാനും കേസ് പിൻവലിക്കാനും ഗുസ്തി താരങ്ങൾക്കുമേൽ സമ്മർദ്ദമുണ്ടെന്നും ബ്രിജ്ഭൂഷണെ അറസ്റ്റ് ചെയ്യാതെ നിഷ്പക്ഷമായ അന്വേഷണം നടക്കില്ലെന്നും അവർ പറയുകയുണ്ടായി. ബ്രിജ്ഭൂഷന്റെ അറസ്റ്റ് എന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ബജ്രംഗ് പൂനിയയും വ്യക്തമാക്കി. ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിന്റെ പേരിൽ ഉന്നയിച്ച ലൈംഗിക അതിക്രമ പരാതി വ്യാജമെന്ന പ്രസ്താവനയ്ക്കു പിന്നാലെ തനിക്കും കുടുംബത്തിനും സുരക്ഷാ ഭീഷണിയുണ്ടെന്നാണ് പ്രായപൂർത്തിയാകാത്ത ഗുസ്തി താരത്തിന്റെ പിതാവ് പറഞ്ഞത്. 2022 അണ്ടർ 17 ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലെ ട്രയൽ മത്സരത്തിൽ തോൽപ്പിച്ചതിന്റെ വിദ്വേഷത്തിലാണ് ആദ്യം ആരോപണങ്ങൾ ഉന്നയിച്ചതെന്നും പിന്നീടുണ്ടായ ദുരനുഭവങ്ങൾ തന്നെയും മകളെയും ഒരുപോലെ മാനസിക സംഘർഷത്തിലാക്കിയെന്നും പോക്സോ കേസിലെ പരാതിക്കാരൻ കൂടിയായ പിതാവ് പറഞ്ഞു. തന്റെയും മകളുടെ നിശ്ചയദാർഢ്യത്തെ ചോദ്യം ചെയ്യുന്ന ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്നും പരാതി പിൻവലിക്കുകയല്ല മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴിമാറ്റുക മാത്രമാണ് ചെയ്തതെന്നുമാണ് താരത്തിന്റെ പിതാവ് വെളിപ്പെടുത്തിയത്. അതേസമയം ലൈംഗിക ഉദ്ദേശമില്ലാതെ സ്ത്രീകളെ സ്പർശിക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും കുറ്റമല്ലെന്നാണ് ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിന്റെ വാദം. ഡൽഹി മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതിയിൽ വിചാരണയ്ക്കിടെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ഗുസ്തി കോച്ചുമാർ മിക്കപ്പോഴും പുരുഷന്മാരായിരിക്കും. വനിതാ പരിശീലകർ വിരളമായിരിക്കും. എന്തെങ്കിലും നേട്ടമുണ്ടാകുമ്പോൾ പരിശീലകർ താരങ്ങളെ സന്തോഷത്താൽ ആലിംഗനം ചെയ്യുന്നത് കുറ്റകൃത്യത്തിന്റെ ഗണത്തിൽപ്പെടില്ല എന്നാണ് അദ്ദേഹം കോടതിയിൽ വാദിച്ചത്. ഹരിയാനയിലെ 90% ഗുസ്തി താരങ്ങളും അവരുടെ രക്ഷിതാക്കളും ഫെഡറേഷനൊപ്പമാണെന്നും തനിക്കെതിരായ പരാതി നൽകിയ വനിതാ താരങ്ങൾ കോൺഗ്രസ് നേതാവായ ദീപേന്ദർ സിംഗ് ഹൂഡ രക്ഷാധികാരിയായ അഖാഡയിൽ പരിശീലിക്കുന്നവരുമാണെന്നുമാണ് ബ്രിജ്ഭൂഷന്റെ ആരോപണം. അതിനിടെ സാക്ഷി മാലിക്കിന്റെ വിവാഹ ചടങ്ങിൽ ബ്രിജ്ഭൂഷൺ പങ്കെടുത്ത പഴയ ഫോട്ടോ വൈറലായി മാറിയിരുന്നു. 2017 സാക്ഷി മാലിക്കിന്റെ വിവാഹം നടന്നത്. എന്നാൽ 2015-16 കാലയളവിലാണ് തന്നെ ബ്രിജ്ഭൂഷൺ ഉപദ്രവിച്ചതെന്ന് സാക്ഷി മാലിക് പറഞ്ഞിരുന്നത്. തന്നെ ഉപദ്രവിച്ചയാളെ വിവാഹത്തിന് ക്ഷണിക്കുമോ എന്നാണ് സൈബർ ലോകം സാക്ഷിയോട് ചോദിച്ചത്. കേസുകളിൽ കോടതികൾ വിധി പറയട്ടെ, പക്ഷേ ഒരു കാര്യം സർക്കാരുകൾ മറുപടി പറഞ്ഞേ മതിയാകൂ. ബ്രിജ്ഭൂഷണെതിരെ നിരവധി ആരോപണങ്ങൾ ഉണ്ടായിട്ടും ഒരു സാധാരണക്കാരനാണ് പ്രതിയായിരുന്നെങ്കിൽ കൊടുക്കേണ്ട പരിഗണനയല്ല കേന്ദ്ര സർക്കാരും ഡൽഹി പോലീസും ശക്തനായ ബ്രിജ്ഭൂഷണോട് കാണിച്ചത്. നിയമം എല്ലാവർക്കും ഒരുപോലെയാണെങ്കിൽ ബ്രിജ്ഭൂഷണെതിരെ കൃത്യമായി അന്വേഷണം നടത്തിക്കൊണ്ട് നടപടിയെടുക്കുന്നതിൽ അലംഭാവം കാണിച്ചുവെന്നത് പറയാതെ വയ്യ. ഖേലോ ഇന്ത്യ എന്ന വാചകമടി തുടരുമ്പോഴും പെൺകുട്ടികളാണ് രാജ്യത്തിന്റെ സമ്പത്തെന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ പറയുമ്പോഴും ഇന്ത്യയിലെ കായിക മേഖലയും സ്ത്രീകളും എത്രമാത്രം സുരക്ഷിതരാണ് എന്ന വലിയ ചോദ്യമാണ് ഈ സംഭവങ്ങൾ ഉയർത്തുന്നത്.